സോ ഹേ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എക്സ്പ്ലോറിംഗ് തിരുവനന്തപുരം സൂ. ഒരു എൻട്രൻസ് ഉള്ളത് അപ്പർ സൈഡാണ്. ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും തരുന്ന ടിക്കറ്റ് കൗണ്ടറിലുള്ള അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കും. ഗൈസ്, ഈ വണ്ടിയൊക്കെ അവൈലബിൾ ആണ്. ഇത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സൂ എന്ന് നമുക്ക് പറയാം. ഇതാണ് ഇവിടെ റെസ്റ്റ് റൂം, ടോയ്ലറ്റ് ഒക്കെ, ഫിൽട്ടർ വാട്ടർ ഒക്കെ അവൈലബിൾ ആണ്. നല്ല വെളാന്ന് കിടപ്പുണ്ട്. കഴിക്കാനുള്ള ആഹാരം എന്തോ പ്രാവ് വന്ന് കഴിക്കും. ഇവിടെ ചായയും വടയും ഒക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. വേറൊരു പുള്ളിപ്പുലി ടൈഗർ മനു മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. വെള്ളക്കടവ് എണീറ്റിരിക്കുകയാണ് ചിക്കൻ കൊണ്ടിട്ട് കൊടുത്തപ്പോൾ. ഫൈനലി നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ആ ഫ്രണ്ടിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. മ്യൂസിയത്തിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ടിക്കറ്റ് എത്ര രൂപ, ഇവിടെ പാർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിന് മൊത്തം 2 എൻട്രൻസ് ഉണ്ട്. ഇതാണ് ഒരു എൻട്രൻസ്. പിന്നെ ഒരു എൻട്രൻസ് ഉള്ളത് അപ്പർ സൈഡാണ്. സോ അവിടെ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. നമുക്ക് ആ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് ഇതിലേ ഇങ്ങനെ നടന്ന് ഇതിലേ കയറി വരാം. അതിലേക്കൂടെ നടണമെങ്കിൽ കുറച്ചുകൂടെ നടന്നു പോകാം. രമ്മെന്താ ബാംഗ്ലൂരിൽ നിന്ന് മ്യൂസിയം കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഞാനും വന്നിട്ട് കുറേ ആയി. ഞാൻ വന്നിട്ട് ഒരു 10-12 വർഷമായി. നമ്മൾ തിരുവനന്തപുരത്താണ് ഉള്ളതെങ്കിലും മ്യൂസിയം അധികം ഒന്നും വരാറില്ല. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. 150 റുപ്പീസാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫീസ്. അല്ലാണ്ട് വലിയ വെയിലൊന്നും ഇല്ല. മഴ അധികം പെയ്യാതെ ഇങ്ങനെ കറുത്ത് ഇറങ്ങുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ. നമ്മളെ വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. തമിഴ്നാട് വണ്ടികളൊക്കെ ഒരുപാടുണ്ട്. ഇതാണ് ടോയ്ലറ്റ്. അല്ലാതെ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അവിടെ മ്യൂസിയം എംപ്ലോയി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതാണ് മ്യൂസിയം എംപ്ലോയി സൊസൈറ്റി. ഇവിടെ ഐസ്ക്രീം ചായ കിട്ടുമെന്ന് തോന്നുന്നു. തിരക്കുണ്ടോ എന്റെ പൊന്നോ, ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും തിരക്ക്. ഗൈസ്, ഇതാണ് ടിക്കറ്റ് കൗണ്ടറിലുള്ള ക്യൂ. ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ. അഡൾട്ട്സിന് ആകുമ്പോൾ 12 വയസ്സിന് 30 രൂപ, ചിൽഡ്രന് ഇതൊക്കെയാണ് റേറ്റ്. ബഗ്ഗിയൊക്കെ അവൈലബിൾ ആണ്, ബാറ്ററി കാറ്. അതിൻ്റെ പ്രൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ. ക്യാമറയ്ക്കും ടിക്കറ്റ് എടുക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 30 രൂപയാണ് അഡൽറ്റിന്റെ ടിക്കറ്റ് റേറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു കഫ്റ്റീരിയ ഒക്കെ ഉണ്ട്. ഇതാണ് എൻട്രൻസ്. നമുക്ക് ഇതുവഴിയാണ് ഫ്രണ്ടിലോട്ട് അകത്തോട്ട് കയറി പോകാനുള്ളത്. ക്ലോക്ക് റൂം ഒക്കെ അവിടെയാണ്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ക്ലോക്ക് റൂം. അവിടെ എത്ര രൂപയ്ക്കാണെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഒരു ബാഗ് വെക്കാൻ 5 രൂപയാണ് റേറ്റ്. നമുക്കിനി അകത്തോട്ട് പോകാം. ഗൈസ്, ഈ വണ്ടിയൊക്കെ അവൈലബിൾ ആണ്. റേറ്റ് ഒക്കെ അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി കയറിയാൽ നമുക്ക് എല്ലായിടത്തും കൊണ്ട് നിർത്തി കാണിച്ചു തരും. ഇതുവഴിയാണ് നമുക്ക് അകത്തോട്ട് കയറി പോയത്. പിന്നെ മഴയാണ്ട് നമ്മൾ സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ മഴ കുറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തോട്ട് കയറി പോകുന്നത്. ഈ കാണുന്നതാണ് സൂവിന്റെ മാപ്പ്. ഈ വഴിയാണ് എൻട്രൻസ്. കയറി ഇങ്ങനെ കറങ്ങി എവിടെയൊക്കെ പോയിട്ട് വരും. ലയൺ അവിടെ, ടൈഗർ അവിടെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതുവഴി അകത്തോട്ട് കയറി പോകും. ഈ സൂവിന്റെ ഫുൾ ചുറ്റളവെന്ന് വെച്ചാൽ 55 ഏക്കറാണ്. ടിക്കറ്റ് ഇതും അവിടെ കാണിക്കുമ്പോൾ അവർ കീറിയിട്ട് ടിക്കറ്റ് തിരിച്ചു തരും. ഇനി കീറിയ ടിക്കറ്റും കൊണ്ടാണ് നമ്മളെ പോകാൻ. ഒന്ന് കയറുമ്പോഴത്തേനും ഒരു കാട്ടിന്റെ ഫീലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ സൂവിൽ വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, മൺഡേ ഇവിടെ അവധിയാണ്. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. തിങ്കളാഴ്ച മാത്രം ഇവിടെ സൂ പ്രവർത്തിക്കുന്നതല്ല. ഈ സൂ തുടങ്ങിയെന്ന് വെച്ചാൽ 1859 ഈ സൂ തുടങ്ങിയത്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സൂ എന്ന് നമുക്ക് പറയാം ഇതിനെ. ഇപ്പം മൃഗങ്ങളൊക്കെ കുറവാണ്. ഇവർ പറയുന്ന വെച്ചാൽ 82 സ്പീഷീസ് വരെ ഇതിനകത്തുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. വന്നപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ആ കാട്ടുപോത്തിനെയാണ്. നല്ല സൈസ് അല്ലേ, 3 എണ്ണേ ഉള്ളൂ. കാട്ടുപോത്തിന് കളിക്കാൻ വേണ്ടി ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതാ നമ്മൾ കാണാൻ പോകുന്നത് സിംഹവാലൻ കുരങ്ങ്. അവിടെ ഇരിപ്പുണ്ട്. അവിടെ കളിച്ചിരിച്ചിരിക്കുകയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ തോന്നല്ലേ. ഇവിടെ ഒരു ഒറ്റ സിംഹവാലൻ കുരങ്ങ് മാത്രമേ ഉള്ളൂ. അതിന് കമ്പനിയൊന്നുമില്ല. ഇതാണ് ബംഗാൾ കുരങ്ങ്. ഇരിക്കുന്നുണ്ട്. മരത്തിന്റെ ഒക്കെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അറിയാൻ പറ്റില്ല. മരത്തിന്റെ ആ ഒരു കളറാണ് ആ ബംഗാൾ കുരങ്ങന്. എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തതാ ഇവിടെ ഉള്ള കൂമൻ, ബ്രൗൺ ഫിഷ് ഔൾ. അവിടെ നിൽപ്പുണ്ട്. അവിടെ മുകളിലൊരെണ്ണം ഇരിപ്പുണ്ട്. നമുക്ക് അടുത്ത ഐറ്റം കാണാൻ പോവാം. ഇതുവഴിയൊക്കെയാണ് അതിനെ ഫീഡ് ചെയ്യാനൊക്കെ കയറാനുള്ള വഴി. ഇവിടെ ടാങ്കൊക്കെ ഇരിപ്പുണ്ട്. ആ ടാങ്ക് വഴിയായിരിക്കും അതിന് വെള്ളമൊക്കെ പോകുന്നത്. അടുത്ത വേറൊരു തത്ത. ആമസോൺ തത്ത. ആമസോൺ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന തത്തയാണിത്. ഒരെണ്ണേ ഉള്ളൂ. എല്ലാ ഐറ്റവും ഒരെണ്ണം വെച്ചേ ഉള്ളൂ. പാവം, അതൊന്നും കമ്പനി ഇല്ല. ഗൈസ്, ഇതാണ് സൺ കോർണിയോർ. ഇത് ഒരുപാട് ഐറ്റം ഉണ്ട്. 1, 2, 3, 4, 5, 6 എണ്ണമൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഇതിന് ബദാമൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. ബദാമൊക്കെ അത് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു ഇതിനെ മേക്കാൻ വേണ്ടി. പാമ കൊക്കാറ്റോ, ഇതാണ് ഇതിന്റെ പേര്. പാമ കൊക്കാറ്റോ. അതും പോയി. ഇതിലെ ഇറങ്ങി വരുമ്പോ 2 വഴിയുണ്ട്. ദിസ് വേ. ഇതിലെ പോയാൽ ഈഗിൾ, സീ വൾച്ചർ. പിന്നെ അതിലെ പോയാൽ വേറെ എവിടെയൊക്കെ. ഏത് വഴി പോയാൽ നമുക്ക്? ഓക്കെ, നമ്മൾ ഈ വഴി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന മൃഗങ്ങൾ മാത്രമല്ല, നമുക്ക് പല വെറൈറ്റീസ് ഓഫ് മരങ്ങളൊക്കെ കാണാം. സയന്റിഫിക് നെയിം, ഒറിജിനും ലൊക്കേഷൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ ഇന്ത്യക്കകത്തുള്ള ഒട്ടുമിക്ക എല്ലാ മരങ്ങളും ഇവിടെ കൊണ്ട് അവർ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ എല്ലാം ഒരേപോഴും തോന്നും. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് പലതും പല മരമാണ് അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള മാത്രമല്ല, വേറെ രാജ്യത്തു നിന്നും കൊണ്ടുവന്നത് ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഈ മരം കണ്ട. ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ശ്രീലങ്കൻ, മ്യാൻമർ ആൻഡ് മലേഷ്യ, ഈ 3 രാജ്യങ്ങളിലും കണ്ടുവരുന്ന മരമാണ് ഈ മരം. ഒലട്ടിപ്പന. ഒരുപാട് നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാം പിള്ളേരാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മാതാപിതാക്കളൊക്കെ പിള്ളേരെയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ കുരങ്ങന്മാരൊന്നും കാണാനില്ല. എല്ലാം ചാടിപ്പോയെന്നാണ് തോന്നണം. അടുത്ത് നമ്മൾ പക്ഷികളെ കാണാൻ വേണ്ടി പോവുകയാണ്. ബേർഡ്സ്. ഇവിടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഒക്കെ ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കണം. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. കാണുന്നതാണ് വെള്ളിമുങ്ങ.
ഗൈസ് ഈ കൂടിനകത്ത് പരുന്ത്, കഴുകൻ, ഇങ്ങനെ പല വെറൈറ്റീസ് ഓഫ് സാധനമുണ്ട്. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ കടൽ പരുന്ത്, ബംഗാൾ കഴുകൻ, ഹിമാലയൻ പരുന്ത്. ആ കാണുന്നതാണ് കഴുകൻ. പൈസ നോക്കും. അത് പരുന്ത്. ഹിമാലയൻ പരുന്തിനൊക്കെ ഇവിടെ വന്ന് എങ്ങനെ താമസിക്കണം എന്ന് അറിഞ്ഞൂടാ ഈ ചൂടത്തൊക്കെ. അന്ന് കിടന്ന് ശീലമായതായിരിക്കും. ഇതാ ഇവിടെ ഒരു കൂട് ഇതാ ഉണ്ടാക്കണുണ്ട്. വേറെ നമ്മുടെ പക്ഷികളൊക്കെ വരുമ്പോ കൊണ്ടിറക്കാനായിരിക്കും. അത്യാവശ്യം വലിയൊരു കൂടാണ്. ഇതാണ് മീൻ മുതല. അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. അതാണ് മീൻ മുതല. അവിടെ കൊക്കിരിക്കുന്നുണ്ട്. ആ കൊക്കിനെ നോട്ടമായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നത്. പുറത്തോട്ടൊന്നും ഇറങ്ങി വരുന്നില്ല. അനക്കൊന്നുമില്ല. ജീവനുള്ളത് തന്നെയെന്ന് അറിഞ്ഞൂടാ. ഇതിനകത്ത് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കൊക്സ് ഉണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. ആ കൊക്കിന്റെ ഒക്കെ സൈസ് ഭയങ്കര വലിയ കൊക്കാണ്. കൊക്ക് അവിടെ കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കൊക്കിൻ കൂട്. പിന്നെ ഇവിടെ ഈ ഗ്രില്ലൊക്കെ ആയതുകൊണ്ടേ നമുക്ക് നേരെ കാണാൻ പറ്റും. ഈ താഴത്തെ എല്ലാ സൈഡും അതേപോലെ ഗ്ലാസ് ആക്കിയാൽ നമുക്ക് നല്ല വൃത്തി കാണാനൊക്കെ പറ്റും. എല്ലാ മീൻസ് ഒരാളുടെ വിഷൻ വരുന്ന ഭാഗം മാത്രം ഗ്ലാസ് ആക്കി കഴിഞ്ഞാൽ വരുന്ന എല്ലാവർക്കും ചുറ്റിനും നിന്ന് കാണാം. ഇതിപ്പോ ഒരാള് വന്നിട്ട് ആ ഗ്ലാസ് ഉള്ള ഭാഗം മാത്രം നിന്ന് അവിടെ പിന്നെ ഭയങ്കര തിരക്കായി പോകും. അവിടെ ഒരു ഗ്ലാസിന്റെ ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് കൊക്കൊക്കെ ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ വന്നാൽ നല്ല വ്യൂവിൽ കാണാൻ പറ്റും. ഇത് ഗ്ലാസ് ആണ്. പക്ഷെ ഗ്ലാസ് ആണെങ്കിലും വലിയ വൃത്തിയൊന്നുമില്ല ഗ്ലാസ്. അതുകൊണ്ട് ആ കൊക്കിന്റെ ഒക്കെ സൈസ് 100 കൊക്കെങ്കിലും വരും. എല്ലാം കൂടെ ചെറുതും വലുതുമായിട്ട്. നല്ല വലിപ്പമുള്ളതുണ്ട്, നല്ല ചെറുതുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ എല്ലാം കണ്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ റെസ്റ്റ് റൂം, ടോയ്ലറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. ലേഡീസ് ആൻഡ് ജെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഈ കൊക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ടോയ്ലറ്റ്, റെസ്റ്റ് റൂം ഒക്കെ ഉള്ളത്. ഇതാ ഇവിടെ നമ്മൾ ഫിൽട്ടർ വാട്ടർ ഒക്കെ അവൈലബിൾ ആണ്. അതും ഈ കൊക്കിന്റെ സൈഡിലായിട്ട് തന്നെ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ നമുക്ക് കുടിച്ചിട്ട് പോവാം. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ ഒരുപാട് വലിയ വലിയ മീനൊക്കെ ഉണ്ട്. കണ്ട ഇവിടുത്തെ മൃഗങ്ങൾക്ക് തന്നെ കൊടുക്കാനുള്ള മീൻ കൃഷിയാണെന്നാണ് തോന്നണം അല്ലേ? ഇവരെപ്പോ ചൂണ്ടയിടാവുന്നൊന്നും അറിഞ്ഞൂടാ. കരടി, 2 കരടിയുണ്ട്. തേൻ കരടി എന്നാണ് ഈ കരടിയുടെ പേര്. രണ്ടും കൂടെ അടിയാണെന്ന് തോന്നുന്നു. നല്ല സൈസ് ഉണ്ടല്ലേ. 2 മരത്തിന്റെ താഴോട്ട് ഇറങ്ങുന്നില്ല, മരത്തിൽ നിന്ന് കളിക്കുകയാണ്. ആ പോടാ മരത്തുപുരമുണ്ട്. മരത്തിന്റെ കൊമ്പിൽ ഇപ്പുറത്ത് വേറൊരു നോർമൽ കരടിയെ കണ്ടിരിക്കുകയാണ് നമ്മൾ. അത് ഒരെണ്ണേ ഉള്ളൂ. മറ്റേത് അപ്പുറത്ത് ഇറങ്ങണ തേൻ കരടി, ഇത് നോർമൽ കരടി. ഈ കരടി ആ കരടി നല്ല വ്യത്യാസമുണ്ട്. ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ്. ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ്. അത് കുറച്ചുകൂടെ ബ്രൗണിഷ് ആണ്. അത് ഇങ്ങോട്ടൊന്നും പറഞ്ഞുമില്ല, തിരിഞ്ഞു നോക്കണമെന്നില്ല. ഇതാണ് നക്ഷത്ര ആമ. അവിടെ we finally found out സിംഹം. ദൂരിക്കും അനങ്ങാതിരിക്കണം. എന്താണെന്നോ ആളുകളെ പറ്റിക്കാൻ വേണ്ടി അത് അനങ്ങാതിരിക്കുകയാണ്. കറക്റ്റ് ഒരാളുകൊണ്ട് അവിടെ ഇരുത്തി കൊടുത്തതുപോലെ അവിടെ തന്നെ അങ്ങനെ എല്ലാവർക്കും കാണാൻ വേണ്ടി അതങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് പോസ്റ്റ് ചെയ്യണമെന്നാണ് തോന്നണം. സിംഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് എമു. 3-4 എമു ഇവിടെ ഉണ്ട്. ഏതാ ഇവിടെ ഒരെണ്ണം പോസ്റ്റ് ചെയ്യണുണ്ട് നമുക്ക് വേണ്ടി. ഹേ എമു ബ്രോ. ഗൈസ് നമ്മൾ കാണ്ടാമൃഗത്തിനെ കാണാൻ വന്നിട്ട് കാണ്ടാമൃഗം ഇവിടെ ഇല്ല, ബോർഡ് മാത്രമേ ഉള്ളൂ. കാണ്ടാമൃഗം വെള്ളത്തിൽ മുങ്ങി കിടപ്പാണെന്നാണ് തോന്നുന്നത്. ഈ കാണാൻ പോകുന്നതാണ് കൃഷ്ണമൃഗം. താഴെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് ഇത്ര വൃത്തിയില്ല. ഇത് പക്ഷെ നല്ല അടിപൊളി, കാണാൻ നല്ല രസമുണ്ട്. ഇതാ കണ്ട നല്ല വെളാന്ന് കിടപ്പുണ്ട്. ഇത് താഴെ കിടന്ന് നല്ല കറുത്ത സാധനമാണ്. ഇതിന്റെ കൊമ്പാണ് നല്ല ഇങ്ങനെ വളഞ്ഞു വന്നിരിക്കുന്നത്. ഇത് നോർമൽ മാനാണെന്ന് തോന്നുന്നു. ഹലോ മാനേ, ഞാൻ വിളിച്ചിട്ട് മൈൻഡ് പോലും ചെയ്യണം. മാൻ തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കണം. ഈ മാനുകളൊക്കെ ഒരുപാടുണ്ട്, പക്ഷികളൊക്കെയാണ് കുറവ്. ഇനി നമുക്ക് നേരത്തെ കടുവയെ കാണണം. ഗൈസ് നമ്മൾ ഈ ബുള്ളിനെയൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ AVT ഒരു സ്റ്റാൾ അവിടെ ഉണ്ട്. AVT സ്റ്റാൾ. ഇവിടെ ചായയും വടയും ഒക്കെ കിട്ടുമെന്നാണ് തോന്നണം. ഗൈസ് നമ്മളെ AVTയുടെ സ്റ്റാൾ കഴിഞ്ഞ് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ലെപ്പേർഡ്, ബംഗാളി ടൈഗർ, വൈറ്റ് ടൈഗർ, ലയൺ, ഹൈന അതോ അങ്ങോട്ടാണെന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ് അവിടെ ഒരു ലെപ്പേർഡ് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണായിരുന്നു. ആളുകളൊക്കെ വന്ന് നോക്കണ്, ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ കിടന്നുറങ്ങി. വേറൊരു പുള്ളിപ്പുലി കൂടിന് ചുറ്റും കറങ്ങുകയാണ്. പക്ഷെ ചെറിയൊരു കൂട്ടിനകത്താണ് അതിനെ ഇട്ട് വെച്ചിരിക്കുന്നത്. കുറച്ച് വയലന്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു കൂട്ടിലിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ ഒരെണ്ണത്തിനെ എടുത്തിട്ടിങ്ങനെ അത് കുറെ നേരം കൊണ്ട് കിടന്ന് അതേ ഉറക്കം. അനങ്ങണ പോലും ഇല്ല അത്. ഇപ്പോൾ ബംഗാൾ ടൈഗർ ഇതിന് നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. കൈയിനും കാലിനൊക്കെ ഭയങ്കര സൈസ്. ഈ ടൈഗറിന്റെ പേര് മനു എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനുമോൻ. ഗൈസ് ഇവിടെ വന്നതിൽ ഈ മനു മാത്രം, ടൈഗർ മനു മാത്രമാണ് ഇത്തി ആക്റ്റീവ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ബാക്കി എല്ലാ സാധനവും കിടന്ന് ഉറക്കം. അതുകൊണ്ട് വെള്ളപ്പുലി ഇത് തുടങ്ങും. ആശാനും സുഖം ഉറക്കം. നമ്മളെ മനു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ഗൈസ് അങ്ങനെ വെള്ളക്കടവ് എണീച്ചിരിക്കുകയാണ് ചിക്കൻ കൊണ്ടിട്ട് കൊടുത്തപ്പോൾ. ഫുഡ് കഴിക്കാൻ ഉച്ചക്കത്തെ ലഞ്ചായിരിക്കും ഇപ്പോൾ കഴിക്കുന്നത്. പക്ഷെ അത്ര ആക്റ്റീവ് ഒന്നുമല്ല ഇത്. വയസ്സായെന്ന് തോന്നുന്നു. പാവം തളർന്നൊക്കെ നിൽക്കണം. ഇവിടെ മിക്ക സാധനവും ഇല്ല.
എല്ലാം ഫോട്ടോ മാത്രം വെച്ചിട്ടുണ്ട്. ഇവിടെ കഴുതപ്പുലിയുടെ ഫോട്ടോ, അവിടെയൊക്കെ വേറെ ഏതോ ജീവികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കൂട്ടിനകത്ത് ഒരു വകയില്ല. ആ പാടെ ഉള്ളത് മാൻ ഒരുപാട് മാനുണ്ട്. മുള്ളംപന്നി, there are lot of മുള്ളംപന്നീസ് here. അതുകൊണ്ട് അവിടെ വരണം. ഒരുപാട് കിടക്കും. പക്ഷേ ഗ്ലാസിനൊന്നും നല്ല ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി മീൻസ് മുള്ളംപന്നിയൊക്കെ വാന്തി ഇതിനെ ചീത്താക്കിയതാണെന്നാണ് തോന്നണം. എല്ലാവരും ഉറക്കത്തിലാണ്, അതും ഉറക്കത്തിലാണ്. ഇതൊക്കെ ഒറിജിനൽ തന്നെയെന്ന് പറഞ്ഞുകൂടാ, ഒരു അനക്കവും ഇല്ല. ഗൈസ് ഫൈനലി നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് ബട്ടർഫ്ലൈ ഉണ്ടാവും, നമുക്ക് നോക്കാം. ഒരുപാട് ബട്ടർഫ്ലൈ ഉണ്ട്. ഇത് പറന്ന് നടക്കണം. ഇതിനകത്ത് ഒരുപാട് ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈ ഉണ്ടെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ബട്ടർഫ്ലൈ ഒന്നും കണ്ടില്ല, എല്ലാം ഒരേപോലത്തെ ബട്ടർഫ്ലൈ ആണ് നമ്മൾ കണ്ടത്. ഈ ഒരു ടൈപ്പാണ് നമ്മൾ എല്ലാം കണ്ടത്, ഗ്ലാസി ടൈഗർ. അവിടെയൊക്കെ പറന്ന് നടക്കണതാണ്, അതുകൊണ്ട് പറന്ന് നടക്കണതാണ് ഈ ഗ്ലാസി ടൈഗർ. അത് മാത്രമേ കണ്ടുള്ളൂ, വേറെ ഇതേപോലെ പല വെറൈറ്റി ഒന്നും കാണാനില്ല. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ, വാട്ടർ ഫൗണ്ടൻ. വെള്ളം ഒഴുകി വരിക. ഗൈസ് അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈ ഉണ്ട്. അവിടെയൊക്കെ പറന്ന് നടക്കണതാണ്. ഇതിൽ പറഞ്ഞിരിക്കണ പല കളർഫുൾ സാധനവും ഇവിടെ ഉണ്ട്. ആ സൈഡിൽ ഇല്ല, ദോ പറന്നൊക്കെ പോകുന്നു. ദോ മഞ്ഞ സാധനം. അവർ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെ ഈ പടത്തിലുള്ളതൊക്കെ ഉണ്ട് സാധനം ഇവിടെ. ഈ ബട്ടർഫ്ലൈക്ക് ഇഷ്ടപ്പെട്ട മണമുള്ള ചെടി ഇവിടെ കൊണ്ടുവച്ച് കാണും, അതായിരിക്കും അതിന് ചുറ്റും ഇത് പറന്ന് നടക്കും. ഇവിടെ പുതിയ കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റിനോവേഷനിലൊക്കെയാണ്. ഇവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നത്. ഇവിടേക്ക് ഇനി അടുത്ത കൂടും ഐറ്റങ്ങളൊക്കെ കൊണ്ടിടുമെന്ന് തോന്നുന്നു. ഓസ്ട്രിച്ച്, വേറെ ഓസ്ട്രിച്ച് ഗൈസ്, ഓസ്ട്രിച്ച് ഒട്ടകപ്പക്ഷി. ദോ നിൽക്കണം ഗൈസ്. ഇവിടെ ഒരു ഓസ്ട്രിച്ച് ഉണ്ട്, ബാക്കിൽ വേറെ ഒരെണ്ണം. പക്ഷെ അപ്പുറത്ത് ഒരെണ്ണത്തിന് വേറൊരു കൂട്ടിലാണ് ഇട്ടിരിക്കണം. എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടെ അഗ്രസീവ് ആയിരിക്കും. മൊത്തം 3 ഓസ്ട്രിച്ച് ഉണ്ട്. അവിടെ ഒരെണ്ണം നിൽക്കണ കയ്യിലേക്ക് വെച്ച് കൊത്തി തരും. വിളിച്ചിട്ട് മൈൻഡ് പോലും ചെയ്യുന്നു. നോക്കി ഗൈസ്, ഇനി നമ്മൾ കാണാൻ പോകുന്ന റെപ്റ്റൈൽസ്, ഉരകങ്ങൾ. ഇവിടെ തന്നെ വന്ന് കയറുമ്പോൾ തന്നെ വലിയൊരു പാമ്പിന്റെ തലയൊക്കെ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല കാറ്റ്. ഗൈസ് പൈത്തനെ കണ്ടു നമ്മൾ. പെരുമ്പാമ്പ്, രണ്ടും വെള്ളത്തിൽ കിടക്കുകയാണ്. 2 പെരുമ്പാമ്പ് ഫുൾ ടൈം വെള്ളത്തിലാണെന്ന്. അതുകൊണ്ട് മൂർഖം കിടക്കണം. എല്ലാവരും ഉറക്കമുണ്ടോ? അവിടെ പറഞ്ഞ അനങ്ങണമുണ്ട്. ഗൈസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പാമ്പുകൾ കിടക്കണം. കരയാമ, വെള്ളയാമ, നീർക്കോലി. ആമകൾ സെറ്റായിട്ട് ഇരിക്കുന്നു. ഇല്ല, നീർക്കോലി തുടങ്ങും. ഗൈസ് റെഡ് ഇയർ ക്ലൈഡറിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇത് റെഡ് എവിടെയാണെന്നൊരു പിടിയില്ല. കുറേ എണ്ണം സ്റ്റാച്ചു പിടിച്ച് അനങ്ങാതെ നടക്കുന്നുണ്ട്. ഒരുപാടെണ്ണം ഉണ്ട്. ഒരെണ്ണം വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കണം. അവിടെ 3-4 ഇരിക്കണം. ഗൈസ് പച്ചിലപ്പാമ്പ് പോണം. എന്താ ഫോണുണ്ടോ? അവിടെ കിടക്കും. ഇത് 3 വെറൈറ്റി പാമ്പ് ഇതിനകത്തുണ്ട്. 3 പലതും പല അടുത്ത് കിടക്കുകയാണ്. 2 പറഞ്ഞാൽ അവിടെ ഉണ്ട്, താഴെ കിടപ്പുണ്ട്. ഒരെണ്ണം ഗ്ലാസ്സിൽ കൂടെ ഒക്കെ കയറി പോകണം. പോകണം. പൂച്ചക്കണ്ണം പാമ്പ് എവിടെയുണ്ടോ? ഇതിലേതാണോ എന്തോ പൂച്ചക്കണ്ണം? 4 ഉണ്ട്. പക്ഷെ ഗൈസ് ഇന്ത്യൻ കോബ്രയെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. തുടങ്ങി അവിടെയും കിടപ്പുണ്ട് ഇന്ത്യൻ കോബ്ര. ചെറിയ ഐറ്റങ്ങളൊക്കെ കണ്ടു. ഇനി ഫുള്ള് വലിയ ഐറ്റങ്ങളാണ്. ഇവിടെ ഇന്റീരിയറൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് അനാക്കോണ്ട. അനാക്കോണ്ടയുടെ അടുത്ത് ഒരാൾ നിന്ന് പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ അനാക്കോണ്ടെ കുളിപ്പിക്കുകയാണെന്നാണ് തോന്നണം. ഗായ്സ് ഇത് കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നുന്നു. സ്വിമ്മിംഗ് പൂൾ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അത്ര വെള്ളമില്ല, ഇവിടെ നല്ല വെള്ളമുണ്ട്. കിടക്കണണ്ട അനാക്കോണ്ട, ഗ്രീൻ അനാക്കോണ്ട. ഇതും ഗ്രീൻ അനാക്കോണ്ട തന്നെയാണ്. അവിടെ കിടക്കുന്നതും ഗ്രീൻ അനാക്കോണ്ട. ഗായ്സ് ഇതാണ് കിങ് കോബ്ര, രാജവെമ്പാല. ഇതാണ് ലോങ്സ്റ്റ് വെനമസ് സ്നേക്ക് ഇൻ ദ വേൾഡ്. ഏറ്റവും നീളം കൂടുതലുള്ള വിഷമുള്ള പാമ്പാണിത്. കിങ് കോബ്ര എഴഞ്ഞ് എങ്ങോട്ടോ പോവുകയാണ്. പാല് നോക്ക്, അവിടെ നിന്ന് നീളം നോക്കൂ. ഇത്ര നീളമുണ്ട്. അവിടെ എന്തിനോ കണ്ട് അതിനെയാണ് ചെറഞ്ഞു നോക്കി പോകുന്നത്. ഗൈസ് അങ്ങനെ പാമ്പിന്റെ ഏരിയയും കണ്ട് കഴിഞ്ഞിറങ്ങി. ജിറാഫൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇതിലേക്ക് വർത്താനം ചോദിച്ചാ കുറെ മൃഗത്തിന്റെ ഒക്കെ ഫോട്ടോ മാത്രം വെച്ചിട്ടുണ്ട്. സാധനം അവിടെ ഇല്ല. ചെറിയ ചെറിയ കിളികളൊക്കെ 3-4 ബാക്കി മിക്കതും ഓരോ എണ്ണം വെച്ചൊക്കെ ഉള്ളു. ഇവിടെ ആർട്ട് ഗാലറി ഉണ്ട്. ഇവിടെ വേറെ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. ആ ഫ്രണ്ടിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലാണ് ആർട്ട് ഗാലറി, ടിക്കറ്റ് കൗണ്ടർ.
ടിക്കറ്റ് റേറ്റ് ഒക്കെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അഡൽറ്റിന് 25 രൂപ, ചിൽഡ്രന് 10 രൂപ, ഫാമിലി ആയിട്ട് പറഞ്ഞവർക്ക് 60 രൂപ. ഫോറിനേഴ്സിന് വില കൂടുതലാണ് കേട്ടോ. അഡൽറ്റിന് 200 രൂപ, ചിൽഡ്രന് 100 രൂപ. ഫോറിനേഴ്സിന് ശേഷം പൈസ കൂട്ടി വാങ്ങിക്കുക. ഗൈസ്, നമ്മൾ ഇതുവഴിയാണ് കയറിയത്. ഇതുവഴിയാണ് എക്സിറ്റ്. കാല് വയ്യാത്തവർക്ക് പോകാനുള്ള വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്. മിൽമേറെ ക്യാൻറ്റീൻ ആണെന്നാണ് തോന്നുന്നത്. അതായത് നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ട ക്ലോക്ക് റൂമാണ്. നമ്മളൊരു 12 മണിക്ക് വന്നു. മണി ഇപ്പോൾ 2:45 2:45 മണിക്കൂർ അകത്ത് സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് കാണാനുണ്ടോന്ന് ചോദിച്ചാൽ ഒരുപാടൊന്നും കാണാനില്ല. കൊള്ളാം, ഒരു വൺ ടൈം വിസിറ്റ് ആണ്. ഈ ദൂരം എന്നൊക്കെ പറഞ്ഞെങ്കിൽ വന്ന് കണ്ടിട്ടൊക്കെ പോകാം. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത ഒരുപാട് പല വെറൈറ്റീസ് ഓഫ് മരങ്ങളുണ്ട്. പിന്നെ ഇവര് പറയണമെന്ന് വെച്ചാൽ 82 സ്പീഷീസ് അനിമൽസ് ഒക്കെ കാണുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 82 ഒന്നും ഇല്ല. ഞങ്ങളൊരു 10, 30, 40 സ്പീഷീസ് 40 ഉള്ളൂ. എന്നാലും 82 ഒന്നുമില്ല. സോ നമ്മളെ സൂ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ സംഭവമൊക്കെ കാണിച്ചു തന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.